because Latino community are natural problem solvers, like all our Malayalis. So they are natural problem solvers and also problem identifiers, which is essential for the technology part. നമ്മുടെ ഇവിടെയുള്ള US-ലുള്ള ഒരാൾക്ക് മെക്സിക്കോയിലേക്ക് പോയി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു 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 പുതിയൊരാളാണെങ്കിൽ എന്തൊക്കെ നമുക്ക് അവിടെ എങ്ങനെയാണ് നമുക്ക് അത് ഇത് ചെയ്യാൻ? ഈ സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത നല്ല കുഴപ്പമില്ലാതെ പോകുന്നതാണ്. മെക്സിക്കോ is a natural corridor for a bridge between North America and Southern America. തിരിച്ചു വരവ് ഒന്ന് ആലോചിക്കുമ്പോഴത്തേനും വേറൊരു രാജ്യം ഏത് എന്ന് ചിന്തിക്കുമ്പോൾ മെക്സിക്കോയെ പരിഗണിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അത് ചോദിച്ചത്. കാരണം അപ്പൊ അവിടെ കൾച്ചറൽ അഡ്വാൻറ്റേജ്, there is a financial advantage, and there will be also economically also the government of Mexico is opened up the doors for all the startups. ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് നമ്മുടെ മലയാളികൾ പല സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും പോകുന്നത്. സോ ഈ ഒരു കൺട്രിയെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കമ്പനികളൊക്കെ അവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് നല്ല സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ടോ അവരുടെ? സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇസ് കമ്മിങ് ബിഗ് ബൂം ഇൻ മെക്സിക്കോ. ഇപ്പൊ പുതിയൊരു കമ്പനി അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചാലഞ്ച് എന്തായാലും? ഈ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ചെറിയ പോർഷനിൽ അവിടെ പോയി അവിടെ ചില സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള സൗകര്യങ്ങള് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ മെക്സിക്കൻ കോൺസുലേറ്റ് ആണോ? അവരുടെ കോൺസുലേറ്റിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ടോ? അപ്പൊ അവരെ അപ്രോച്ച് ചെയ്താൽ മതിയോ? എങ്ങനെയാണ് അതിന്റെ ഒരു? നമസ്കാരം, വാക്കി ടോക്കിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കൂടെയുള്ള ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റാണ് കുമാർ കൊടുവായൂർ കൃഷ്ണമൂർത്തി. അദ്ദേഹം ടെക്സസിലാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ഹൈദരാബാദിലാണെങ്കിലും അദ്ദേഹത്തിന്റെ റൂട്ട്സ് എല്ലാം പാലക്കാട്, കേരളത്തില് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം ഡിജിറ്റൽ ടെക്നോളജിസ്റ്റും പിന്നെ അദ്ദേഹം ഹോണററി അഡ്വൈസർ ടു ദ എക്കണോമിക് ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മെക്സിക്കോ. അതായത് മെക്സിക്കോയിലെ ബിസിനസ് ഡെവലപ്മെന്റിന്റെ അതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു കൗൺസിലിന്റെ അഡ്വൈസറാണ് അദ്ദേഹം. കുറെ നാളുകളായിട്ട് അമേരിക്കയിലുണ്ട്. അപ്പൊ അദ്ദേഹം ഈ നമുക്ക് മെക്സിക്കോയിൽ അനവധി ബിസിനസ് അവസരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒരു അറിവാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ആ കോണ്ടാക്റ്റും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സർ, വെൽക്കം ടു ദ വാക്കി ടോക്കി ഷോ. Thank you, Jinsmoon. Thank you, Patricia. And thanks to the entire Global Reporter team. വളരെ thanks ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. So I will speak in the language of the heart. Which is മലയാളം, തമിഴ്, കുറച്ച് തമിഴ് ഉണ്ടാവും, അതിനുശേഷം ഇംഗ്ലീഷ് കൂടുതൽ ഉണ്ടാവും. ബട്ട് ഹാർട്ട് ടു ഹാർട്ട് ആണ് കണക്ട് ചെയ്യാം നിങ്ങളുടെ അടുത്ത്, എല്ലാ വ്യൂവേഴ്സിന്റെ അടുത്ത്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഞാൻ മലയാളത്തിലെ ഇന്റർവ്യൂ ഐ എം ഡൂയിങ് ഇറ്റ്. ബട്ട് ഐ എം ഗ്ലാഡ് ദാറ്റ് എൻ്റെ റൂട്ട്സ് കേരള നിങ്ങൾ പറഞ്ഞു ജിൻസ്മോൻ, ദാറ്റ് എൻ്റെ റൂട്ട്സ് കൊടുവായൂർ ആണ്, പാലക്കാടിലെ. So my grandfather were from that place. അതിനുശേഷം my father moved to Hyderabad. അവിടെ ഞാൻ ജനിച്ചു വളർന്നു. അവിടെ തന്നെ I had my education. അതിനുശേഷം ഞാൻ ഇന്ത്യൻ റെയിൽവേസില് 20 years ജോലി ചെയ്തു. ഇന്ത്യൻ റെയിൽവേസ് ആൻഡ് IRCTC, which is one of the largest e-commerce platform in the entire globe. So അവിടെ mostly I was working in the technology part of the activities. So avadenne I came to New York. I had my own startup which got acquired, and then adinu shesham ivide Austin, Texas la vannu. So ivide ippotheke stirichu. Adinu shesham I don't know where the divine will take. So this shows that Malayalis are a migrant community, right from Kuduvayur or Palakkad, even though my forefathers would have been from Tamil Nadu, but we are a migrant community all through. So that migration is continuing from that part of the globe to USA and now to
thanks to the government of Mexico and the state of Mexico. They have honored me with the title of Distinguished Technologist and also an advisor to the Economic Development Council of the state of Mexico. സാർ, അപ്പം എങ്ങനെയാണ് അപ്പൊ ഈ മെക്സിക്കോയുടെ ഈ ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിലിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് അതിന്റെ ഒരു എനിക്കറിയാം നിങ്ങളിപ്പോ AI തൊട്ട് ടെക്നോളജിയുടെ നിങ്ങളുടെ പ്രൊഫൈലില് ബയോയില് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു മെക്സിക്കോയുമായിട്ടൊരു കണക്ഷൻ എങ്ങനെയാണ് വന്നത്? This answer again I'll connect it to the heart for the simple reason ഞാൻ mostly ഇവിടെ ടെക്സസ് is more of a Latino Hispanic community കൂടുതലാണ് ഇവിടെ. So ഞാൻ lot of community related activities I was doing it more in the technology part for the Hispanic community, and that helped me become an advisor to the Texas State University. Texas State University ഇവിടെ one of the topmost university ആണ് ഇവിടെ ടെക്സസില്, which is in San Marcos, which is a 70% Hispanic run organization. Avade they made me as an advisor to their technology council and the dean's leadership council. Avade I inspired the Latino community to thrive on the technology, because Latino community are natural problem solvers like all our Malayalis. So they are natural problem solvers and also problem identifiers, which is the essential for the technology part. I encouraged them to get into the technology space, and I made a lot of impact. That made me somebody from that university, and other people within the community reached out to the Mexico government, and they said that they need to drive the similar activities in Mexico. That is how my journey towards the Mexico had happened. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പറ്റീഷയുടെ ഒരു വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് പറ്റീഷ ഇങ്ങനെ എന്തൊക്കെ കച്ചവടമാണ് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ചോദ്യങ്ങളാണ് പറ്റീഷ കൂടുതലും നിൽക്കുന്നത്, അങ്ങനെ സംശയത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പം അമേരിക്കയിൽ തന്നെ നമ്മളിവിടെ ഏറ്റവും ചീപ്പ് ലേബർ എന്ന് പറയുന്നത് നമ്മൾ പറയല്ലോ സ്പാനിഷുകാരാണ്, മെക്സിക്കൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ലേബർ. അപ്പൊ ഈ മെക്സിക്കോയിലും ആ ഒരു ചീപ്പ് ലേബറും പിന്നെ നമ്മുടെ ലോജിസ്റ്റിക്സും ആണ് നമുക്കൊരു അഡ്വാൻറ്റേജ് US-ഉമായിട്ട് പെട്ടെന്ന് അവിടെയുള്ള പ്രൊഡക്ഷൻ. അപ്പൊ അവരുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരെ മേജറാണ്, അഗ്രികൾച്ചർ ഇപ്പം കുറച്ചുകൂടെ അവിടുത്തെ ക്ലൈമറ്റ് അതിന് പറ്റിയതാണ്. അങ്ങനെ നമുക്ക് എന്തൊക്കെ അവസരങ്ങളാണ് ഈ മെക്സിക്കോയില് ബിസിനസ് ലെവലിലുള്ളത്? Okay, so Mexico is a natural ally of USA because it shares the largest border, which has got southern border on it, and almost 20% of the United States population, 20% are Hispanic population, Latino population. So that means almost 1/5 of this country is driven by the economy of the Mexican or Latino people. So there is a natural affinity towards USA and Mexico. So that is led to a big opening of doors right now between both the countries, and as well as the global countries looking towards Mexico. Not only US, even the global countries like China, India, even I know Poland, all are moving towards Mexico for logistically it is a convenient location, which will be a stepping stone for United States, and also towards the down Southern America, where you go to Brazil, Argentina, and Venezuela. So this is a natural corridor. Mexico is a natural corridor for a bridge between North America and Southern America. ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് US ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ ഈ താരിഫുകളൊക്കെ കൊണ്ടുവന്നല്ലോ. അപ്പൊ ആ താരിഫുകൾ കൊണ്ടുവന്നപ്പോഴത്തേനും ഉള്ള നമ്മൾ കേട്ട ഒരു ന്യൂസ് ആയിരുന്നു, ചൈനയിൽ നിന്നുള്ള കമ്പനികൾ US നിരോധിച്ചപ്പോഴത്തേനും, അതായത് ബാൻ ചെയ്തിട്ടുള്ള കമ്പനികൾ പോലും ചൈന അത് മെക്സിക്കോയിലേക്ക് കൊണ്ടുവന്ന് മെക്സിക്കോ വഴിയായിട്ട് US കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ചെറിയൊരു ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള ടോപ്പിക്സ്, അങ്ങനെയുള്ള ന്യൂസുകൾ
നമ്മളിപ്പോ മെക്സിക്കോയിൽ നമ്മളൊരു ഇത് തുടങ്ങുമ്പോഴത്തേനും അതിനെ ഇത് ബാധിക്കുവോ? ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, പ്രോബ്ലം ആകുമോ? ഇല്ല. Actually, that has got nothing to do with the potential of Mexico itself. Mexico, people are, the number of colleges are very high. People who are technically qualified are very high. And more importantly, they understand the US economy very well. They understand the culture of US economy than some countries from Asia, or so they are a natural ally of USA. That is point one. And then they are, as I said, they are problem solvers. So Okay. they are like Jinsmon Paranjo idine mobile. You see a lot of them in the construction industry, a lot of them in the labor industry. They are hardworking people. Yes. So they can take in a lot of work, and there is a hunger avada the country la ipo. Hunger in the sense, hunger to perform. Job, yeah. Hunger to perform and kudal unde. So they Okay. see that this is a opportunity for them that Mexico can thrive under the new global scenario of economics. Okay. ഇപ്പം So ഓക്കെ നമ്മളുടെ ഇവിടെ പറഞ്ഞു നമ്മളുടെ ഇവിടെയുള്ള യുഎസിലുള്ള ഒരാൾക്ക് മെക്സിക്കോയിലേക്ക് പോയി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പുതിയൊരാളാണെങ്കിൽ എന്തൊക്കെ നമുക്ക് അവിടെ എങ്ങനെയാണ് നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റുന്നത്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുന്നത്, അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്, അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? So yeah, of course, that kind of thing is not there, because that is more of the government activity. But from what I know is there is a potential. They are opening the doors, especially the startups part, because they see again lot of educated people. Instead of US cost of living valare kududalana. To hire, say, for example, a technology person, a base level technology person, we need to pay at least $100,000 or $120,000. Avade the same cost we will get 3 to 4 people in Mexico. And the advantage is near shore to USA. They are very near to the shore of the USA. So there is a cultural advantage. There is a financial advantage, and there will be also economically also the government of Mexico is opened up the doors for all the startups and also manufacturing sectors, and a lot of the semiconductors, especially the deep tech companies are moving to Mexico because of the production and related convenience. പറ്റിഷ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട്, അതായത് ഇപ്പം നമുക്ക് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പൊ നമുക്കതൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഒരു സിംഗിൾ പേഴ്സൺ ആണോ, സിംഗിൾ വിൻഡോ പ്രോഗ്രാം ഉണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ഇവിടെ US നിന്ന് തന്നെ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അവിടെ ഒരു കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അത് ഇപ്പൊ നിങ്ങളുടെ ഈ ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അപ്പൊ ഇവിടുത്തെ കോൺസുലേറ്റുകളാണോ അത് മാനേജ് ചെയ്യുന്നത്? എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം? So anything to single window system, the Economic Development Council will be helping out on that. So if I direct you to the Economic Development Council, they will make sure that they will facilitate end to end, like any other Economic Development Council, be it in USA and all. They will give you the right set of, logistics, right set of support system to thrive in that economy. So they are willing to support the entrepreneurs both from USA or any part of the globe to that kind of thriving economy which is coming up, which will be helping the US economy big time also. അല്ല, ലേബർ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ യുഎസും മെക്സിക്കോയും കാനഡയും തമ്മിൽ ഒരു ട്രീറ്റി ഉണ്ട്. അപ്പൊ അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ എനിക്കൊന്നു അത് TN വിസ എന്ന് പറഞ്ഞിട്ട് ഒരു വിസ കാറ്റഗറി. ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഒരു ബിസിനസ് മെക്സിക്കോയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇപ്പൊ ആ ഒരു that also will be facilitated by the state of Mexico very easily, and also
both not only for US citizens but Indian citizens who are going to Mexico. Our facility also avada kittum, and in fact a couple of pharma companies from from Tamil Nadu, they are actively talking to the state of Mexico government. In fact, in the Indian consulate, Indian ambassador's office in Mexico had organized a big event with around 300 individuals avada in Mexico City organized ചെയ്തിട്ടുണ്ട് to make sure that Indian companies are finding a strategic center of excellence avada Mexico, which will also help support the US economy. നമ്മളുടെ കമ്മ്യൂണിറ്റി അവിടെ എത്രത്തോളമാണ് അവിടെ ഈ അവിടുത്തെ എക്കണോമിയുമായിട്ട് കണക്ട് ആയിരിക്കുന്നത്? നമ്മുടെ അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എത്രത്തോളം ഉണ്ട് അവിടെ മെക്സിക്കോയിൽ? അവിടെ ഹാർഡ്ലി ലെസ് ദാൻ 1% ആണ് ഇപ്പോ ഉണ്ട്. ബട്ട് ദിസ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക്. ഞാനിത് ചോദിച്ച കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 2018 അല്ലെങ്കിൽ ഒരു ആ 2018 ശേഷം നമ്മളുടെ ഇന്ത്യയിൽ നിന്നൊരു ഇൻവേഷൻ പല രാജ്യങ്ങളിലേക്കും ഉണ്ടായിട്ടുണ്ട്. അത് US ആയാലും കാനഡ, UK, ഫ്രാൻസ്, ജർമ്മനി എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി. പക്ഷെ അവിടെ നിന്നൊരു പ്രശ്നം നേരിടുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കാർ, എസ്പെഷ്യലി നമ്മളുടെ ആൾക്കാർ ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട്. സോ അവർക്കൊക്കെ തിരിച്ചു വരവ് ഒന്ന് ആലോചിക്കുമ്പോഴത്തേനും വേറൊരു രാജ്യം ഏത് എന്ന് ചിന്തിക്കുമ്പോൾ മെക്സിക്കോയെ പരിഗണിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അത് ചോദിച്ചത്. കാരണം അപ്പൊ അവിടെ അങ്ങനെ ആൾക്കാർ അധികം കുറവാണെങ്കിൽ ഒരു വേറൊരു എന്താ പറയാ ഒരു പ്രവാസ ലോകം അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്ഥലം തിരഞ്ഞെടുക്കാം. ഇപ്പൊ പിന്നെ സാറ് നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ ആ ഒരു ഇങ്ങനത്തെ ഒരു ഇത് ജീനിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മളൊരു പുതിയ ഒരു സ്ഥലം തേടി പോകുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് എനിക്ക് പെട്ടെന്ന് സാർ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും. മര്യാദക്ക് നാട്ടിലിരിക്കുന്ന ആൾക്കാരെയും കൂടെ സമ്മതിക്കല, അവിടെ ഇരിക്കാൻ സമ്മതിക്കല, അവരെയും കൂടെ എവിടെന്നെങ്കിലും ചാടിച്ചു കൊണ്ടുവന്ന് അമേരിക്കയിലോ ഇവിടുന്ന് ഓടിച്ചിട്ടിട്ട് ഇനി നിങ്ങൾ മെക്സിക്കോയിലും കൂടെ കയറി അവിടെ മെക്സിക്കോയിൽ പോയി അവിടെ ഇമിഗ്രന്റ് ആണോ എന്നല്ല ഞാൻ പറയുന്നത്, മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യമല്ല. നമ്മളിപ്പോ പല സ്ഥലങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുന്നുണ്ട്, പിന്നെ UAE പോലുള്ള രാജ്യങ്ങളിൽ പോയി നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. സോ കുറെ കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ലൈഫ് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാണ് നമ്മുടെ മലയാളികൾ പല സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും പോകുന്നത്. സോ ഈ ഒരു കൺട്രിയെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല നമുക്ക് മെക്സിക്കോയിൽ ഇപ്പം വളരെ ഒരു കൺസേൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഗാങ്ങുകളൊക്കെയാണ്, ഗാങ് വാറുകള്, സെക്യൂരിറ്റി വലിയൊരു കൺസേൺ ആണ് നമുക്ക്. അപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ കപ്പാസിറ്റി, കാരണം അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഇപ്പൊ നമുക്കറിയാം. പക്ഷെ അവിടെ ഇപ്പം ഈ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രികൾ കണ്ടമാനമുണ്ട്, ടെക്നോളജി കമ്പനികൾ ഇപ്പൊ സ്റ്റാർട്ടപ്പുകൾ ഇഷ്ടംപടി വരുന്നുണ്ട്. പിന്നെ അവിടെ അഗ്രികൾച്ചറിനുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പം മലയാളികൾ തന്നെ ഡൊമിനിക്കൻ ലാറ്റിൻ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ എക്കോണമിയാണ് മെക്സിക്കോയുടെ. അവിടെയുള്ള പല ഇപ്പൊ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലൊക്കെ ആണെങ്കിൽ പോയിട്ട് നമ്മുടെ കൃഷി ഏറ്റെടുത്ത് സ്ഥലം കൃഷി ചെയ്യുന്ന മലയാളികൾ വരെയുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ചില കൺട്രീസിൽ നമ്മുടെ ഈ ക്ലൈമറ്റ് ഒക്കെ സ്യൂട്ട് ആയതുകൊണ്ട്. അതുപോലെ നമുക്ക് ഇപ്പം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ടൂറിസം മേഖലയിൽ ചാൻസസ് ഉണ്ട്. വേറെ ഏതൊക്കെ മേഖലകളിലാണ്? അപ്പൊ നമുക്കവിടെ ഈ സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാനായിട്ടുള്ള, ട്രെയിൻഡായിട്ട് കിട്ടാനുള്ള സാധ്യത നല്ല കുഴപ്പമില്ലാതെ പോകുന്നതാണ് അവിടെ. ഇപ്പോൾ I think with the current government both in USA and Mexico, there is a big collaboration which is happening. In fact, almost ningal paranju Jinsmoon that 90% of the exports of Mexico is coming to USA. So what are the exports is machinery and equipments, of course food thing, chemicals, then metallics, and then transport and transport equipments, textile productions, and you'll be surprised, semiconductor industry is coming big time, big boom in Mexico. And I will just give one data. Very big Indian company, ഞാൻ ആ കമ്പനിയുടെ അടുത്ത് നെയിം ഇവിടെ I am not specifying it. I met their country head and he said there are around 20,000 employees of that company in Mexico itself, because this Indian company feels
that it is a natural way for them to support the US economy. Instead of, this is a big Indian company. So again, manufacturing കഴിഞ്ഞു, and more importantly automobile. Bajaj, they are setting up big plants in Mexico. So they need people, they need business people, they need technology people to make sure that it can support the North America and also South America. ഓട്ടോമൊബൈൽ ഇപ്പം എനിക്ക് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ അവിടുത്തെ ഒരു ഓപ്പറേഷൻ എന്നാന്ന് വെച്ചപ്പോൾ റീസെന്റ് നമ്മളൊരു വണ്ടി മേടിച്ചപ്പോൾ ആ വണ്ടിയിൽ ഈ വണ്ടിയുടെ ഈ പാർട്സ് ഏതാണ്ട് 40% മെക്സിക്കോ, മെയ്ഡ് ഇൻ മെക്സിക്കോ ആണ്. ഏതാണ്ട് 30% കാനഡയാണ്. അതാണ്ട് 20% മാത്രമേ അമേരിക്ക, ബാക്കി 10% യൂറോപ്പിൽ എങ്ങാണ്ട് പലയിടത്തുനിന്ന് ഇത് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ അമേരിക്കൻ മെയ്ഡ് കമ്പനിയാണ്. അമേരിക്കൻ കമ്പനിയുടെ വണ്ടിയുടെ പാർട്സ് നോക്കുമ്പോൾ അപ്പൊ അത്രമാത്രം 40% ഒരു വണ്ടിയുടെ പാർട്സ് മെക്സിക്കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി കമ്പനികൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ കമ്പനികളൊക്കെ അവിടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഗവൺമെന്റ് നല്ല സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ടോ? അവരുടെ സബ്സിഡി കൊടുക്കുന്നുണ്ട്, and also provide them the right area in terms of support ecosystem kittununde. And more importantly is there are enough graduates out of colleges. There are, in the state of Mexico itself, there are around 3,000 universities, and every year around 200,000 graduates out graduate avununde, mostly in the technical part. So there is a lot of ecosystem which has been created. And I will just shift little bit. Even from a GDP standpoint, Mexico's GDP is roughly around $12,000 to $15,000 US dollars, whereas India's GDP is hardly around $2,500. So this shows that there is still a gap in terms of economy between India and Mexico. People from India can always thrive. Even from US people can thrive there. And also there is climate wise, it is exactly similar to nammalde India climate undavum avade. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അപ്പം ആ ക്ലൈമറ്റ് അപ്പൊ അത് ഓക്കെയാണ്. ഈ മറ്റേ ഈ ലൈഫ് സ്റ്റൈലും ബാക്കിയുള്ള കാര്യങ്ങളും സപ്പോർട്ടും അവിടുത്തെ ലൈഫ് സ്റ്റൈല് ഏകദേശം നമ്മുടെ ഇന്ത്യ പോലെ ഫുഡിലും വലിയ കുറച്ചൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. സ്പൈസി ഫുഡൊക്കെയാണ് സ്പാനിഷ് ഫുഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ ആ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ബാക്കി എന്തൊക്കെ ഒരു ഹെൽപ്പാണ് ഇപ്പം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പിന് കിട്ടുന്നത്? ടാക്സിലൊക്കെ നമുക്ക് കട്ട് ഉണ്ടാവുമോ എന്നുള്ള അല്ലേ? That can be negotiated with the government. Negotiate ചെയ്യണം, depending upon ഏത് ഇൻഡസ്ട്രി ആണ് അത് negotiate ചെയ്യണം. That industry can, depending upon how much of workforce you are creating, the government can give some. Again, I am not privy to the tax yet because I am not yet up to speed on that part. But they said they are more flexible into provide enough support to welcome startups, welcome companies, and that is what they have told me. ഇപ്പൊ പുതിയൊരു കമ്പനി അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചാലഞ്ച് എന്തായിരിക്കും? കുറച്ച് ലാംഗ്വേജ്, ഹിസ്പാനിക് കുറച്ച്, that will be the only constraint, Spanish speaking. But otherwise, like if Kerala, if I am coming and setting up some industry, എനിക്ക് മലയാളം കുറച്ച് അറിഞ്ഞെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റിൽ can be managed. Same thing with Mexico too. അവിടെ കുറച്ച് സ്പാനിഷ് ഉണ്ടെങ്കിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടും ഫ്രം interaction with the people. Otherwise, the rest of the things are much more friendlier and welcoming people. Welcoming people itself. People are very welcoming there. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാ? അപ്പൊ ഈ നമ്മളിപ്പോ ഒരു ബിസിനസ് വരുമ്പോഴത്തേനും ഇൻഫ്രാസ്ട്രക്ചറും കൂടെ നോക്കണമല്ലോ. അപ്പൊ റെയിൽവേ, പോർട്ട്,
അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ മെക്സിക്കോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു റിസോർട്ടിൽ വരിക പോവുക എന്നുള്ളതല്ലാതെ നമുക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. എയർ കണക്ടിവിറ്റി നിങ്ങൾക്കറിയും, ഓൾമോസ്റ്റ് ഓൾ ദി there are enough air connectivity ഉണ്ട്. And rail connectivity, especially from US to, that is one big logistics ഉണ്ട്. Road connectivity നമ്മൾക്ക് എല്ലാവർക്കും അറിയും. We can even drive to Mexico. And most importantly is ports. മെക്സിക്കോയുടെ അടുത്ത് there is a long coastline ഉണ്ട്. And also dry ports are there, which is a very rarity there. So these are all the benefits from a logistics standpoint. Then again, ningalkariyum hotels unde, almost all the big cities, even in fact most of the retirees from USA, they prefer to settle there in Mexico so that they find it a better cost of better life there, and with a lesser cost of living avade kittununde. So I know of one place in Guadalajara and then in Mexico City where some specialized servicemen from US have relocated there, and it is like living in United States avade. സാറ് പറഞ്ഞ ഈ ഗോഡ്ല, പിന്നെ ഞാൻ ആ സ്ഥലത്തിന്റെ പേര് വായിച്ചത് ഗൊദ്ദല രാജ എന്നാണ്. നമ്മളെ ഗൊദ്ദല രാജ, ഗോദല അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേറെ വലിയൊരു അഡ്വാൻറ്റേജും കൂടെ അവിടെയുണ്ട്. നമ്മൾ പറയാതെ മോശമെന്നൊക്കെ പറഞ്ഞാലും നല്ല റെഡ് ടൈപ്പ് ഉണ്ട്, ആ ഒരു ബ്യൂറോക്രാറ്റിക് ഡിലേസ് ഉണ്ടാകാം. പക്ഷെ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ കൈക്കൂലിയൊക്കെ കൊടുക്കാനുള്ള സാധ്യതകളും മെക്സിക്കോയിൽ ഇന്ത്യ ആ രീതിയിലെ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കിയെടുക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം അമേരിക്ക പോലെ ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് I am not so familiar with it, so I will tell one more thing. Sorry. Since you're talking about culture, music, music, they are they like music. നമ്മളുടെ കേരളത്തിലെ നിങ്ങൾക്കറിയും എല്ലാവരും മ്യൂസിക് ഫാൻസ് ആണ്. So they love music, they love dance, they love culture, and more family oriented. കൂടുതലും you will see everybody with family together. So yeah, it will be living with a family. Sorry, Patricia. That's fine. I'm sorry about that. ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ഓരോ രാജ്യങ്ങൾക്കും ഓരോ നാടുകൾക്കും ഒരു എക്കോ സിസ്റ്റം ഉണ്ടാവുമല്ലോ. അപ്പം സ്റ്റേറ്റ് ഓഫ് മെക്സിക്കോയുടെ എക്കോ സിസ്റ്റം എസ്പെഷ്യലി നമ്മളിങ്ങനെ നോക്കുമ്പം ഈ ഫിൻടെക്, ഇ കോമേഴ്സ് അല്ലെങ്കിൽ ക്ലീൻ ടെക് എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഒരു എക്കോ സിസ്റ്റം എങ്ങനെയാണ് ഈ നമ്മളൊരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോഴത്തേനും? So ഇവിടുത്തെ ecosystem basically into the deep tech ആണ്, which is ഞാൻ പറയുന്നല്ലേ semiconductor, data centers, hardcore manufacturing sectors, and more importantly machinery sectors. Very deep tech sectors ആണ്. Software side is on a different cities altogether, but ഇവിടെ it is like the main core of deep manufacturing of data centers are big there out there because of water availability and also the power availability unde. So these are the various key areas for the data centers. So, and technically people are also very well qualified from a technical standpoint. So these are the supporting ecosystem which is happening more from the deep tech out there. അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ഇത് ഒരു വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ചെറിയ പോർഷനിൽ അവിടെ പോയി അവിടെ ചില സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള സൗകര്യങ്ങള് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ മെക്സിക്കൻ കോൺസുലേറ്റ് ആണോ? അവരുടെ കോൺസുലേറ്റിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ടോ? അപ്പൊ അവരെ അപ്രോച്ച് ചെയ്താൽ മതിയോ? എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ? ഇവിടെ കൗൺസിലേറ്റ്സ് ഉണ്ട്. കൗൺസിലേറ്റ്സിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൗൺസിൽ ഉണ്ട്. ഇല്ലെങ്കിൽ they can reach out to any of us who is supporting the economic development council, because most of the consulate generals will be supporting, because ഇവിടെ there are, I don't know, I guess
അറ്റ്ലീസ്റ്റ് 20-30 കൗൺസിൽ ജനറൽസ് ഉണ്ട് മെക്സിക്കോയുടെ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. I think more than that, if I'm right. So they will be helping out, and there is an economic commerce wing separately in that side to support the economic activity. And if not, they can always reach out to the Economic Development Council in Mexico, and through bridge people like me, we will be able to support order. ഈ മെക്സിക്കൻ ബോർഡറിൽ, നമ്മുടെ US മെക്സിക്കൻ ബോർഡറിൽ ഒത്തിരി വളരെയധികം കമ്പനികൾ ഇവിടുത്തെ US കമ്പനികളുടെ ഔട്ട്ലെറ്റ്സ് എങ്ങനെയാണ്, അവരുടെ എക്സ്റ്റൻഷൻസ് ഉണ്ടോ? യെസ്, അവിടെ ഇപ്പോ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് വന്നിട്ടുണ്ട്. ഫോർഡ് ടെക്നോളജിയുടെ റിസർച്ച് സെന്റർ ഉണ്ട്, ജനറൽ മോട്ടോഴ്സിന്റെ റിസർച്ച് സെന്റർ ഉണ്ട്, നിസാൻ റിസർച്ച് സെന്റർ ഉണ്ട്, ആൻഡ് ദെൻ there are lot of research centers avade vannitunde ipo. So they are creating that will be a manufacturing hub ana avade create cheyanunde the entire border and towards the central Mexico. They are making it as a more of a manufacturing hub to support the US market. അറിയാതിരുന്ന കുറെ കാര്യങ്ങൾ ഈ നമ്മൾ കേൾക്കുന്ന മെക്സിക്കോയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന മെക്സിക്കോയുടെ ഒരു വളർച്ച എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിക്കുന്നതും നമ്മൾ വാർത്തകൾ കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. അതിൽ നിന്ന് കൂടുതലായിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റിന്റെ സപ്പോർട്ട്, അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവര് ശ്രമിക്കുന്ന ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. സാറിന്റെ സമയത്തിനും വളരെ നന്ദിയുണ്ട്. എന്തായാലും ഇതൊരു ഈ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. കാരണം അവർക്ക് ഒരുപാട് നമ്മളിപ്പോ ചോദിച്ചതിനേക്കാൾ നമ്മളുടെ ഒരു ടൈം പീരീഡിൽ നമ്മളൊരു ഫ്രെയിമിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെക്കാളേറെ അവിടെ പോയി ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനോ എന്നൊക്കെ ആഗ്രഹമുള്ള ഒത്തിരി പേർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. അവര് മേ ബി ഇതിന്റെ കമന്റിൽ ചെയ്യുമായിരിക്കും. ഇത് ഇപ്പൊ സാർ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കുണ്ടായിരുന്ന ഒരു പേടിയും ഭയവും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് മെക്സിക്കോയിലേക്ക് പോയി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. സോ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം ഞാൻ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെക്സിക്കൻ സിറ്റിസൺസിന് അവരുടെ ഒരു ബിസിനസ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മളുടെ വേറെ ഒരു ഗ്ലോബലി ബിസിനസ് സ്റ്റൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും? ഇപ്പൊ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെയുള്ള തമിഴ് അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഒരു സ്റ്റൈൽ അറിയാലോ, അപ്പൊ അതും അവിടെയുള്ള ഒരു സ്റ്റൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാ തോന്നുന്നത്? എനിക്ക് again I'll go back because njan India I have lived for quite a lot, and then I have seen US. Very welcoming people, and naturally you can make friendship with them. Like any other business, as long as we are transparent with them, they are very trustworthy. Any business for that matter, even if it's US or European, as long as we give them the value. See, I am not a citizen of Mexico. I am just supporting them. They have valued people like me, and they see that especially Indians and US as a natural ally to them, both in terms of economy, technology, and also cultural ecosystem. So I don't find any difference even in our complexions also. Most of the Mexican they resemble Indians. So there is somewhere like Jinsmon Parno idine Mumbai, there is some connect between India and Mexico, and Indians and Mexicans. We don't know, maybe we need to go back into history and civilization. മായൻ സംസ്കാരവും അവരുടെ കുറച്ച് നമ്മള് ഇന്ത്യക്കാരെക്കാളും കുറച്ച് പൊക്കം കുറവുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ടെക്കീല കുടിക്കാത്ത ആരും നമ്മുടെ ആൾക്കാരുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ നമ്മൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അതിന് പറ്റാത്ത ആൾക്കാർക്കും, അതുപോലെ തന്നെ ഇവിടെയുള്ള ചെറിയ ഇൻവെസ്റ്റ്മെന്റ്, ചെറിയ കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അവസരങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ. അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം സാറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടെ നമുക്ക് ഇതിൽ പിൻ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുവാണെങ്കിൽ ഞങ്ങൾ
ഒരു 1 പോയിന്റ് അത് ഞങ്ങൾക്ക് കൊടുക്കാം. എനിവേ ഞങ്ങളുടെ ഈ ഷോയിൽ വന്ന് പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നന്ദി.